രാവിലെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് 40ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ പെഹൽഗാം എത്തിയിരിക്കുകയാണ്. പെഹൽഗാമിൽ നമ്മൾ വന്ന വാഹനം പാർക്ക് ചെയ്തു. ഇനിയും മുകളിലേക്ക് ചെറിയ വാഹനങ്ങളിലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ 2 വാഹനങ്ങളെടുത്ത് നമ്മൾ അങ്ങോട്ട് യാത്ര പുറപ്പെടുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ആറു വാലി എന്ന സ്ഥലമാണ്. ശരിക്കും 3 ടൂറിസ്റ്റ് ലൊക്കേഷൻസാണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻസാണ് ഇവിടെ പെഹൽഗാമിലുള്ളതെന്നാണ് പറയുക. ഒന്ന് ബൈസ്രൻ വാലി, മറ്റൊന്ന് ആറു വാലി, മറ്റൊന്ന് നമ്മുടെ ബേതാബ് വാലി. ഇതിൽ ബൈസ്രൻ വാലിയിലേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല. കാരണം ഒരു 2 വർഷം മുമ്പ് ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 ബാക്കിയുള്ള ആറു വാലിയും ബേതാബ് വാലി നമ്മൾ സന്ദർശിക്കുകയാണ്. നമ്മുടെ ഈ കാശ്മീരി യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണുറക്കുന്നത്. ഇനിയുള്ള യാത്ര അല്ലെങ്കിൽ കാശ്മീരിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് ഇനിയുള്ള മണിക്കൂറുകളാണ്, ദിനങ്ങളാണ്. അപ്പോൾ അത് കാണുന്നതിനുള്ള കുതൂഹലത്തോടെ, സന്തോഷത്തോടെ അതിനോട് കാത്തിരിക്കുക. പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാം, മഞ്ഞമലകൾ കാണാം. പെഹൽഗാമിൽ നിന്നും ആറുവാലിലേക്കുള്ള ഈ വഴിയുടെ തുടക്ക ഭാഗങ്ങളിലാകമേ നമുക്ക് കുതിരകളെയും കുതിരക്കാരെയും കാണാം. കാരണം ചിലരെങ്കിലും പെഹൽഗാമിൽ നിന്നും ആറുവാലിലേക്ക് കുതിരകളിൽ യാത്ര ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുക എന്നുള്ളത് എന്തോ ഒരു വിഷമമായിട്ട്, നെഞ്ചൊരു ഭാരമായി തോന്നിയുകൊണ്ട് ആ ഒരു ഓപ്ഷനാണ് ഞങ്ങൾ ഈ യാത്രയിലെങ്ങും, ഈ കാശ്മീർ യാത്രയിലെങ്ങും ഞങ്ങൾ കുതിരപ്പുറത്ത് കയറാൻ തയ്യാറായില്ല. ശരിയാണ്, ആദ്യകാലങ്ങളിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അല്ലെങ്കിൽ പിതാമഹന്മാർക്ക് അവരുടെ ഒരു യാത്രാ മാർഗം കുതിരകളൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആറുവാലിയിലേക്ക് വളഞ്ഞു പുഴഞ്ഞു പോകുന്ന റോഡ്, ഇരു സൈഡിലും വലിയ ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളും അങ്ങനെ വളർന്നു നിൽക്കുന്നു. നമുക്ക് കാവലായിട്ട് വേണം, വഴിക്കും നമുക്കും കാവലായി എന്ന് വേണേൽ പറയാം. 30-35 കിലോമീറ്റർ അങ്ങ് താഴെ നിന്ന് അനന്തനാഗ് മുതൽ നമ്മോടൊപ്പം ഉണ്ട് ചലം നദിയുടെ മുഖ്യ കൈവഴിയായ ലിഡർ നദി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലിഡർ നദിയുടെ തുടക്കഭാഗത്തേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മുടെ ഈ പ്രയാണമെന്നും പറയാം. നമ്മുടെ ഇടതുവശത്ത് കൂടി നമ്മോടൊപ്പം അങ്ങനെ ലിഡർ നദിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെഹൽഗാമിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് ആറുവാലിയിലേക്ക്. ഏകദേശം 450ഓളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ആട്ടിടയ ഗ്രാമമാണ് ആറു താഴ്വര. 4 വശങ്ങളിൽ നിന്നും മഞ്ഞു മൂടിയ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ശുദ്ധജല നദിയും നിരവധി വെള്ളച്ചാട്ടങ്ങളും എല്ലാറ്റിനുമുപരി സൗഹൃദപരവും ആതിഥ്യമര്യാദയും ഉള്ളതുമായ ആളുകളും ആണ് ആറുവാലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ടിവിയോ ഇൻ്റർനെറ്റോ ഇല്ലാതെ ആളുകൾ പരസ്പരം ചിരിച്ചും സന്തോഷിച്ചും സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ആരു. 3 ചെറിയ ധാബകൾ, 4 ഗസ്റ്റ് ഹൗസുകൾ, 7-8 കടകൾ, അത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത്. ഇതൊരു പർവ്വത പ്രദേശമായതിനാൽ മോശം കാലാവസ്ഥയിൽ മിക്കപ്പോഴും വൈദ്യുതി മുടക്കവും ഇവിടെ സാധാരണമാണ്. ചില സ്ഥലങ്ങളോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഈ ക്യാമറയുടെ കണ്ണുകൾ പോരാ, അല്ലെങ്കിൽ ഈ ക്യാമറയിൽ എടുത്തേക്കുന്ന കാഴ്ചകൾ പോരാ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഇവിടെയാണ് ക്യാമറയുടെ പരിമിതി എന്ന് പറയുക. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണുന്ന കാഴ്ചകളുടെ ഒരു 100-1 പോലും ഈ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ്. അത്ര മനോഹരമായ യാത്രയത്. വീതി കുറഞ്ഞതെങ്കിലും മനോഹരമായ വീതി തന്നെ. ചുറ്റും ഇരു സൈഡിലും നമുക്ക് കാണാം മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് വളർന്നു നിൽക്കുന്നു. താഴെ ഇപ്പോൾ നമ്മുടെ ലിഡർ നദി കുറച്ച് താഴെയാണ്. ആദ്യം നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴൊക്കെ നമുക്കൊപ്പമായിരുന്ന നദി, ലിഡർ നദി ഇപ്പോൾ അല്പം കുറച്ച് താഴെ, ചെങ്കുത്തായി താഴെ കൂടെ ഒഴുകുന്നു. അക്കരെ നമുക്ക് കാണാം ഇതുപോലെ സൂപികാഗ്ര മരങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ദെൻ മലനിരകളുടെ എന്താ പറയുക, പീക്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലറ്റത്തായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാം. വഴിയിലാകമാനം കുഞ്ഞു കുഞ്ഞ് പാലങ്ങൾ കാണാം. കുച്ചരുവികൾ, മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒഴുകി വരുന്ന കുഞ്ചരുവികൾക്ക് ലിഡർ നദിയുമായി സംഗമിക്കുന്നതിനുള്ള മാർഗങ്ങളാണവ. യാത്രയിലെ ഓരോ വളവും
അങ്ങ് തിരിഞ്ഞു ചെന്നാൽ കാണുന്നത് ഇതിനു മുമ്പ് കണ്ടതിനേക്കാൾ മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ്. ജീവിതത്തിൽ കുറച്ചൊക്കെ യാത്രകൾ, അധികം യാത്ര ചെയ്തില്ലെങ്കിൽ കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, ഇത്രയും മനോഹരമായ യാത്ര, ഇത്രയും പ്രകൃതി രമണീയമായ ഒരു യാത്ര ജീവിതത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ലെന്ന് പറയാം. പറഞ്ഞു വന്നതുപോലെ ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ അക്കരെ ഇടതുവശത്ത് മലമുകളിലൊരു മനോഹരമായ കാഴ്ചയുണ്ട്. കൂടെ വന്നവരൊക്കെ നിങ്ങൾ ഇടത്തോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് പ്രത്യേകം കാണിച്ചു കൊടുത്ത സ്ഥലം നോക്കൂ. അങ്ങും മലമുകളിൽ നിന്നും ഹിമാനി ഒഴുകി വന്ന്, ഒരുപക്ഷെ നമുക്ക് ഒരു ലാൻഡ്സ്ലൈഡ് എന്നൊക്കെ പറയാം, അതുപോലെ ഉണ്ടായ 2 ചെറിയ അരുവികൾ. ആ അരുവികൾ അവിടുന്ന് ഒഴുകി താഴേക്ക് വന്ന് നിലനദി ചേരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ വാഹനം നിർത്തിയിരുന്നു. ആ വിഷ്വൽ അടുത്ത നമ്മൾ തുടർന്ന് വരുമ്പോൾ കാണാം. നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. മലയിൽ നിന്നും മഞ്ഞുരുകി 2 അരുവികൾ താഴേക്ക് ഒഴുകി വന്ന് ലളിതനദിയോട് സംഗമിക്കുന്നു. കുട്ടിക്കാലത്ത് പഠിച്ചും വായിച്ചും അറിഞ്ഞൊരു കാര്യം, പ്രായമൊക്കെ ആയപ്പം പലരും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലോകത്ത് എങ്ങും യാത്ര ചെയ്യാനാവുന്നില്ല എങ്കിൽ, നിങ്ങൾ സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റെങ്ങും പോകണ്ട, ഒരു സ്ഥലത്തും മാത്രം പോയാൽ നിങ്ങൾ ലോകം മുഴുവൻ കണ്ടുപോലെ ആകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ കാശ്മീർ. വായിച്ചും പറഞ്ഞും അറിഞ്ഞതായ കാര്യങ്ങൾ എത്രയോ സത്യമാണെന്ന് ഈ യാത്രയുടെ ഓരോ നിമിഷങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അക്കരെയുള്ള പുൽമേട് കാണുമ്പോൾ ഓർമ്മ വരുന്നത് 1986-87 കാലത്തിലാണെന്ന് തോന്നുന്നു, അതോ 90ൻ്റെ തുടക്കത്തിലോ ദേവഗിരി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കണ്ടൊരു സിനിമയുണ്ട്, നായർ സാബ്. ആ നായർ സാബ് സിനിമയിൽ ഈ പുൽമേട്ടിലൂടെ നമ്മുടെ എന്താ പറയുക നടന്മാരൊക്കെ ഓടി വരുന്ന ഒരു സീനുണ്ടല്ലോ, പുഞ്ചവയൽ കൊയ്യാൻ പോണവളെ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ ഒരു വിഷ്വൽസ് ആണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ശരിക്കും ആദ്യമായിട്ടായിരുന്നു അന്ന് കാശ്മീരിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മളന്ന് കാണുന്നത്. പിന്നെ തുഷാരൻ സിനിമയൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടുണ്ടെങ്കിലും അടുത്തറിഞ്ഞത് അന്നാണ്. താഴെ വളഞ്ഞ് പുളഞ്ഞ് അലസമായി ഒഴുകുന്ന നദി, നദിയുടെ ഓരത്ത് ചെറിയ ചെറിയ കുടിലുകൾ, മനോഹരമായ വീഥിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് യാത്ര തുടരുക. നോക്കൂ എത്ര മനോഹരമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുക. ഇതാ ഒരു വളവ് തിരിഞ്ഞെത്തുന്നത് ഏറെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക്. ശരിക്കും ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ, നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മൾ ടി വിയിലും ഒക്കെ കണ്ടുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ അതേ ഒരു ഭൂമികയിലൂടെ, ആ പച്ചപ്പിലൂടെ, ആ ഒരു നിമ്നോന്നതങ്ങളിലൂടെ നമ്മുടെ ഹിന്ദി സിനിമകളിലെ നടീനടന്മാർ ആടിപ്പാടി ആഘോഷിച്ച് നടക്കുന്ന, പ്രണയിച്ച് നടന്ന സീനുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കാശ്മീരിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ട് അത് സന്തോഷമില്ലേ, ഒരു സ്വർഗീയ അനുഭൂതിയില്ലേ, അതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. ഈ സീൻ കാണുമ്പോൾ എങ്ങനെ ഇങ്ങനെ പാടാതെ പോകും. മനോഹരമായ പാതയിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് കൊച്ചു കൊച്ചു വീടുകളും ചെറിയ ഗ്രാമങ്ങളും തരണം ചെയ്ത് ആ യാത്ര അങ്ങനെ നമ്മൾ ആറുവാലിലേക്ക് അടുക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇതാ ഒരു പാലം കണ്ടില്ലേ, ഈ പാലം കടന്ന് ചെറിയൊരു കയറ്റം കയറി നമ്മൾ ആറുവാലിലേക്ക് എത്തുകയാണ്. ഓരോ പ്രളയത്തിന് ശേഷവും പുതുക്കി പണിയുന്ന വഴികളും പാലങ്ങളുമാണിവ. അതുകൊണ്ട് തന്നെ പാലങ്ങൾ പലതും താൽക്കാലികമായി ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് ഇതിലെ യാത്രയോ മനസ്സിലാവും. മിക്ക പാലങ്ങളും വളരെ വീതി കുറഞ്ഞതാണ്. ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ പറ്റുന്നുള്ളൂ, അതും ചെറിയ വാഹനങ്ങൾക്ക്. അതുകൊണ്ടാവാം മലമുകളിലേക്ക് വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തത്. നോക്കൂ മനോഹരമായ അരുവി. ഈ അരുവിയും ഒഴുകിയെത്തുന്നത് താഴെ ലിഡർ നദിയിലേക്കാണ്. അപ്പോൾ ആറുവാലി എത്തി. ഇപ്പോഴത്തെ ആറുവാലിയാണ്. നമുക്ക് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും മഞ്ഞു മലകളാട്ടോ, മഞ്ഞുമലകൾ ഇങ്ങനെ കുറിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ 1 മണിക്കൂറാണ് നമുക്ക് സ്റ്റേ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. എല്ലാവരും തൊപ്പിയൊക്കെ വാങ്ങാൻ നടക്കുക. അങ്ങനെ ആറുവാലിയുടെ ഇടവഴികളിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. കൊള്ളാം. എങ്കിലും എനിക്ക് തോന്നുന്നത് ആ വന്ന വഴിയിലെ ഒരു ബ്യൂട്ടി ഒന്നും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഫ്ലഡ് സമയം ഉണ്ടായതിനൊക്കെ ആയിരിക്കാം.
രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൗബോയ് സിനിമകളിൽ കാണുന്ന, പഴയ ഇംഗ്ലീഷ് കൗബോയ് സിനിമകളിൽ കാണുന്ന ഒരു സെയിം സീനുകളാണ്. ഇവിടെ തോടൊരു അരുവി ഒഴുകുന്നുണ്ട് ഉച്ചാക്കത്തില്ലേ. അപ്പോൾ താഴെ അങ്ങ് പുഴയുടെ അപ്പുറത്ത് കാണുന്നത് പൈൻ ഫോറസ്റ്റ്, അതിനപ്പുറത്ത് മഞ്ഞ് മൂടിയ മലനിരകൾ. സൂര്യനിൽ തുടങ്ങിയിട്ട് താഴേക്ക് വന്നാൽ നേരെ കാണുന്നത് മഞ്ഞുമലകളാണ്. ഓക്കെ, ആ മഞ്ഞുമലക്ക് താഴെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, കണ്ടോ? ഇത് നമുക്കൊന്ന് വട്ടക്കിറങ്ങിയാലോ? നോക്കി, ഇവിടെ ഫുള്ള് മഞ്ഞുമലകൾ, താഴെ ഒരു അരുവി, പൈൻ ട്രീസ്. ഇങ്ങോട്ട് നോക്കൂ, വീണ്ടും ആറുവാലിയുടെ ആ ഒരു ബ്യൂട്ടിയാണ്. ഇതാണ് നമ്മുടെ ഒരു ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ 360 വ്യൂ ആണ് കേട്ടത്. യെസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മുടെ ആ ബിൽഡിങ്ങിലെത്തി. മുകളിലേക്ക് വീണ്ടും നല്ല തണുത്ത കാറ്റ്, ശുദ്ധമായ വായു, കളകളം ഇളകിയൊഴുകുന്ന അരുവികൾ, ഇതൊക്കെ പോരെ ഏത് വ്യക്തിയുടെയും മനസ്സിനെ ഒന്ന് തരളതമാക്കാൻ. അതൊക്കെയുണ്ട് ഇവിടെ. ആറുവാലി കാഴ്ചകളുടെ, അനുഭവങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ നിന്ന് ട്രെക്കിങ്ങുകൾക്കും ഹൈക്കിങ്ങിനും അവസരങ്ങളുണ്ട്. ട്രെക്കിങ്ങുകളും ഹൈക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പർദീസയാണ് ഈ നാട്. ഒറ്റ ദിവസത്തെ ട്രെക്കിംഗ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റിയ സ്ഥലങ്ങൾ രണ്ടാണ്. ഒന്ന് ഗ്രീൻ ടോപ്പ്, മറ്റൊന്ന് ബേസ് ക്യാമ്പ്. ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ട്രെക്കിംഗ് നടത്താം. രാവിലെ പോയി എല്ലാം കണ്ടും കേട്ടും സന്ധ്യയോടെ മടങ്ങിയെത്താം. മഞ്ഞുമലയും പുൽമേടുകളുള്ള ഈ സ്ഥലത്ത് ഷാരൂഖ് ഖാനും അമീർ ഖാനും അതുപോലെ സൽമാൻ ഖാനും മാത്രമല്ല, നമുക്കും എന്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നുകൂടാ? നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം മനീഷ കൈരോളക്കൊപ്പം ഒരു ചെറിയൊരു ഒരു നടപ്പ്, അത് രസമല്ലേ? മനീഷ കൊയ്രാളിലേക്ക് ശ്രദ്ധ മാറിയപ്പം പറയാൻ വന്നത് വിട്ടുപോയി. ആറുവാലിയിൽ നിന്നും ട്രക്കിംഗ് നടത്തി സന്ദർശിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് ലിഡർ വാട്ട്. ലിഡർ വാട്ടിലേക്കുള്ള ട്രക്കിങ്ങിന് കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണം. ഈ സുന്ദരമായ പ്രദേശം ആറുവാലിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ്. ഒരു ദിവസം പൂർണ്ണമായി തന്നെ വേണം അതിരാവിലെ ആറുവാലിൽ നിന്ന് പുറപ്പെട്ട് ലിഡർ വാട്ട് എത്താൻ. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊപ്പം ഒരു ഗൈഡും ആവശ്യമുണ്ട്. ഒരു രാത്രി ലിഡർ വാട്ട് മലമുകളിൽ ക്യാമ്പ് ചെയ്ത് ആ രാത്രിയുടെ, ആ ഭൂമികയുടെ സൗന്ദര്യം ആവോളം നുകർന്ന് പിറ്റേ ദിവസം വൈകിട്ടോടെ തിരിച്ചെത്താം. ഇവ കൂടാതെ അരു താഴ്വരയിൽ നിന്നും ട്രക്കിംഗ് നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് തർസർ മാസർ. മറ്റൊരു സ്ഥലം കൊളഹോയ് ഗ്ലേഷ്യർ ട്രക്കിംഗ് ആണ്. അങ്ങനെ അറുവാലിയുടെ മാസ്മരികമായ സൗന്ദര്യം ആവോളം നുകർന്ന് ഞങ്ങൾ പയ്യെ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. കാരണം നമുക്കിവിടെ അനുവദിച്ച സമയം 1 മണിക്കൂർ മാത്രമാണ്. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ടൂറ് വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും അതാണ്, നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ എല്ലാം കാണാനും കേൾക്കാനും. ഒരു കൂട്ടയോട്ടം പോലെ ഈ യാത്രയെ അങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതുണ്ട്. ഇത് ഓടി വന്നെല്ലാം കണ്ടും കേട്ടും ഒന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഏറെ മനസ്സിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു, ആകർഷിച്ചിരിക്കുന്നു ഈ സ്ഥലമെന്ന് പലവട്ടം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ അങ്ങ് മയങ്ങി എല്ലാവരും അങ്ങനെ വർദ്ധിത വീര്യത്തോടെ അടുത്ത സ്ഥലം ഏത് എന്ന ചിന്തയിൽ, അത് കാണാനുള്ള കുതൂഹലത്തോടെ പയ്യെ പയ്യെ മല ഇറങ്ങുക. മല എന്ന് പറയാനില്ല, ഒരു മലഞ്ചെരുവെന്ന് പറയാം. മഞ്ഞ് വീണ മലകളെ ബാക്ക്ഗ്രൗണ്ടാക്കി ആ നിൽക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് അതിമനോഹരം. നോക്കൂ, ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ആടിനെ, ചെമ്മരിയാടിനെ ചുമന്നുകൊണ്ട് ഒരു ആട്ടിഴ നടക്കുന്നു. അതൊരു ടൂറിസ്റ്റ് ഗൈഡാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അങ്ങനെ അറുവാലി കണ്ടു. കണ്ടെന്ന് വെച്ചാൽ ഓടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ സമയം തന്നുള്ളൂ. എന്നാൽ പോലെ ഇപ്പം അതുട്ടി തോന്നിയെങ്കിലും കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ആകെയുള്ള വിഷയം ഈ എന്താ പറയുക, ഹൈജീനിക് അല്ലാത്ത ചില കണ്ടീഷനുകളാണ്. അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെ വൃത്തിയായി കീപ്പ് ചെയ്യാൻ നന്നായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. എങ്കിലും കൊള്ളാം കേട്ടോ. അതാണെങ്കിലും ആറുവാലി കാഴ്ചകൾ മോശമായില്ല.